തൃശൂർ DCC അധ്യക്ഷനായി ജോസഫ് ടാജറ്റിനെ ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെ നിയോഗിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കും എന്നാണ് ജോസഫ് ടാജറ്റ് 24നോട് പ്രതികരിച്ചത്. പണ്ടത്തെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിപ്രസരങ്ങളൊന്നും ഇന്ന് തൃശ്ശൂർ ജില്ലയിലില്ല. ചില സമയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അല്ലാതെ കണ്ട് ഒരു പരമ്പരാഗതമായ ഗ്രൂപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് തൃശ്ശൂർ ജില്ലയിലില്ല. പക്ഷേ ജില്ലയിലെ എല്ലാവർക്കും തിരികെ വരണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനപ്പുറത്ത് ഗ്രൂപ്പൊന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവരെയും ഫ്രം ദ ടോപ്പ്, ഏറ്റവും വലിയ ഉന്നതനായ ജില്ലയിലെ നേതാവ് മുതൽ താഴെത്തട്ടിലുള്ള അവരെ വരെ ഒരുപോലെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ആരും തന്നെ ഇതിൽ നിന്ന് വിട്ടുപോകരുത് എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് വളരെ അനിവാര്യമായിട്ട് തന്നെയാണ് പബ്ലിക് കാണുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളോ അസംബ്ലി തെരഞ്ഞെടുപ്പുകളോ ഞങ്ങൾക്കൊരു ബാലികേറാ മലയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. തീർച്ചയായും പഴയകാല പ്രതാപത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. സൂരജ് സജ്ജുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തെരഞ്ഞെടുപ്പ് തോൽവിയതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറികൾ, ഒടുവിൽ വരുന്ന മാറ്റം, ഈ ജോസഫ് ടാജറ്റിന്റെ ഈ പദവിയിലേക്കുള്ള വരവ് അപ്രതീക്ഷിതമാണോ? ഉന്മേഷ്, നേരത്തെയും ജോസഫ് ടാജറ്റ് ഈ പദവിയിലേക്ക് എത്തിയേക്കുമെന്നൊരു സൂചനകളുണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ഈ ജോസഫ് ടാജറ്റിനെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ചില നേതാക്കളുടെ നീക്കം അവസാന നിമിഷം പോലും നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്തരം അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ജോസഫ് ടാജറ്റ് തന്നെ തൃശ്ശൂർ DCCയുടെ അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയാണ് നിലവിലെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിന്റെ രാജിയിലേക്ക് നയിച്ചത്. തൊട്ടു പിന്നാലെ DCCയിലുണ്ടായ സംഘർഷം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നേതൃത്വം ജോസ് വള്ളൂരിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ജോസ് വള്ളൂർ രാജിവെച്ചതിന് ശേഷം താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MP നൽകിയെങ്കിൽ പോലും മാസങ്ങളായി ഈ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. ഇതിനിടയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ ഉണ്ടാകുന്നത്. പിന്നീട് തീർത്തും സംഘടനാപരമായ ദൗർബല്യങ്ങളിലേക്കടക്കം കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് പുതിയൊരു DCC അധ്യക്ഷനെ കൊണ്ടുവരണമെന്ന ആവശ്യമടക്കം ശക്തമായതെങ്കിൽ പോലും ജില്ലയിലെ ചില നേതാക്കൾ ഈ സീറ്റിന് വേണ്ടി, അതായത് DCC അധ്യക്ഷന്റെ പദവിക്ക് വേണ്ടിയുള്ള തുടർച്ചയായ പിടിവലികൾ നടത്തി. ഇതിനിടയിലാണ് ഈ ജോസഫ് ടാജറ്റിനെ ഇപ്പോൾ DCC അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹം KC വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ജോസഫ് ടാജറ്റിനെ DCC അധ്യക്ഷൻ എന്ന നിലയിലേക്ക്, പദവിയിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനുശേഷം ജോസഫ് ടാജറ്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിലെ ഗ്രൂപ്പ് പ്രവണതകൾക്ക് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ട് തിരികെ പിടിക്കുക. ജനങ്ങൾക്ക് ഇപ്പോഴും കോൺഗ്രസ് മടങ്ങി വരണമെന്നതാണ് ആഗ്രഹം. ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയരാനുള്ള ഒരു പ്രവർത്തനമാകും ഉണ്ടാകുക എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് ഇതിനുശേഷം നമ്മളോട് പ്രതികരിച്ചത്. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തൃശ്ശൂർ DCCക്ക് പുതിയ അധ്യക്ഷൻ വരികയാണ്.